സർ, ഈ ക്യാപ്സ്യൂൾ ഗുളികകളുടെ കവർ നിർമ്മിച്ചിരിക്കുന്ന പല ടോക്സിക് വസ്തുക്കൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. ഇതും ഈ മോഡേൺ മെഡിസിനെ കുറിച്ച് തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി ആൾക്കാർ പറഞ്ഞു വരുന്ന ഒരു സംഭവം മാത്രമാണ്. ഈ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കവർ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും ഇനേർട്ടായിട്ടുള്ള, അതായത് മിക്കവാറും അത് ശരീരത്തെ അബ്സോർവ് ചെയ്യാതെ തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു വസ്തു കൊണ്ടാണ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ജെലാറ്റിൻ അല്ലെങ്കിൽ കൊളാജൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അതായത് ആനിമൽ കൊളാജനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ എടുക്കുന്ന കൊളാജൻ ശുദ്ധീകരിച്ചാണ് ഇത് കവറായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി അത് പറ്റാത്ത അവസരങ്ങളിൽ ഒരുതരം സെല്ലുലോസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ചില തരം സെല്ലുലോസുകൾ കവറായിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഈ ഫംഗൽ ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു പുള്ളുലാൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഇതിൻ്റെ കവർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ എൻട്രിക് കോട്ടർ ആണെങ്കിൽ ചിലതരം എൻട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള സിന്തറ്റിക് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ഈ ക്യാപ്സ്യൂള് വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അതൊരു നല്ല ചോദ്യം തന്നെയാണ്. അത് നമ്മുടെ അതിൻ്റെ കവറിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രിപ്പിൽ നോക്കിയാൽ അറിയാം. അതായത് നോൺ വെജ്, അതായത് കൊളാജൻ, ആനിമൽ കൊളാജൻ ആണെങ്കിൽ ഒരു റെഡ് ഡോട്ട് ഉണ്ടാവും. അതല്ല ഇത് വെജിറ്റേറിയൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ സെല്ലുലോസോ പുള്ളിലാനോ ഒക്കെ ആണെങ്കിൽ ഒന്നിൽ ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഡോട്ടാണ് ഉണ്ടാവുക.